Dear students, welcome to new video of MRH. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് സർവേയിങ്ങിൻ്റെ കോഴ്സ് ഔട്ട്കം 1 ആണ്. SA1 എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കോഴ്സ് ഔട്ട്കം 1ൻ്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കോണ്ടൂർസ്, തിയോഡലൈറ്റ്സ്. ഓക്കെ, കോണ്ടൂർസ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർസ് അതൊന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡിഫൈൻ കോണ്ടൂർ ചോദിക്കാറുണ്ട്. അതുപോലെ ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിൽ എങ്ങനെയാണ് കോണ്ടൂർ വരുന്നത് ചോദിക്കാറുണ്ട്. പിന്നെ യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ കോണ്ടൂർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു ഹില്ലിൻ്റെ കോണ്ടൂർ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. 1 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ പിന്നെ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോളിയം കണ്ടുപിടിക്കാനുള്ളതാണ്. റിസർവോയർ കപ്പാസിറ്റി വോളിയം ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വോളിയം കണ്ടുപിടിക്കുക. ആ കേസിൽ അതുപോലെ ഒരു പോണ്ടിൻ്റെ ഒക്കെ കേസ് വരികയാണെങ്കിൽ പോണ്ടിൽ ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോയിലിൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോർമുലാസ് എന്ന് പറയുന്നത് ട്രപ്പീസോയിഡൽ ഫോർമുല, അതുപോലെ പ്രിസ്മോഡൽ ഫോർമുല. ഈ 2 ഫോർമുല യൂസ് ചെയ്തിട്ട് വോളിയം കണ്ടുപിടിക്കുക. അതിന് കോണ്ടൂർ ഇൻ്റർവെൽ തരും, ഏരിയയും തരും. ആ രണ്ടും വെച്ചിട്ടാണ് വോളിയം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വരുന്നത് തിയോഡലൈറ്റ് ആണ്. തിയോഡലൈറ്റിൽ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണ്, നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണെന്നുള്ളത്, അതുപോലെ തിയോഡലൈറ്റിൻ്റെ ഓപ്പറേഷൻ സ്വിങ്ങിങ്, ട്രാൻസിറ്റിങ്, പ്ലഞ്ചിങ് എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ഉണ്ടല്ലോ, റെപ്പറ്റീഷൻ മെത്തേഡ്, റീഐട്രേഷൻ മെത്തേഡ്. ഇത് രണ്ടും എന്താണെന്നുള്ളതും എന്തെല്ലാം എറേഴ്സാണ് ഈ 2 മെത്തേഡ്സ് വെച്ച് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളതും ചോദിക്കാറുണ്ട്. പിന്നെ തിയോഡലൈറ്റ് ഒരു പെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്ന തിയോഡലൈറ്റിൻ്റെ യൂസസുകൾ, ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുക, വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യുക, ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്യാൻ, സ്ട്രെയിറ്റ് ലൈൻ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ബിയറിംഗ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഇതൊക്കെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചോദിക്കാറുണ്ട്. പിന്നെ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതും തിയോഡലൈറ്റിൻ്റെ. ഓക്കെ, ഇത്രയൊക്കെയാണ് മോഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സ്കെച്ച് റഫ്ലി എ കോണ്ടൂർ റെപ്രസെൻറ്റിങ് എ ഹില്ല്. ഹില്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കോണ്ടൂറിൻ്റെ സ്കെച്ച് വരക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ്, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഹില്ലാണ്. ഓക്കെ, ഈ ഒരു ഹില്ലിൻ്റെ കോണ്ടൂറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, ഈ സർക്കിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹില്ല് ശ്രദ്ധിക്കുക. ഹില്ലിൽ ടോപ്പ് പോയിന്റിൽ എന്തായിരിക്കും, എലിവേഷൻസ് കൂടുതലായിരിക്കും. താഴേക്ക് വരുംതോറും എലിവേഷൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഹില്ലിൻ്റെ ടോപ്പ് ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ സെൻറ്ററിലുള്ള കോണ്ടൂറാണ്. അവിടെ എലിവേഷൻ കൂടുതലായിരിക്കും. ദെൻ ഔട്ടറിലേക്ക് വരുംതോറും എലിവേഷൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഈ ഔട്ടറിലേക്ക് വരുംതോറും എലിവേഷൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ദെൻ അതിൻ്റെ താഴെയുള്ള വാല്യൂസ് ആയിരിക്കും താഴേക്ക് വരുമ്പോൾ ഉണ്ടാവുക. ലെറ്റ് ഇറ്റ് ബി 90, 80, 70. അതായത് എലിവേഷൻസ് കുറഞ്ഞു വരികയാണല്ലോ ചെയ്യുന്നത് താഴേക്ക് വരുംതോറും. അതുപോലെ നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സെൻറ്ററിലുള്ള കോണ്ടൂർ ഒരു 100 ഒക്കെ ആണെങ്കിൽ ദെൻ 90 ആയിട്ടുണ്ടാവും, 80, 70, 60 അങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക ഔട്ടിലേക്ക് വരുന്നതോറും. സെൻറ്റർ പോയിന്റിൽ ഇന്നറിലായിരിക്കും ഹയർ കോണ്ടൂർസ് ഉണ്ടായിരിക്കുക ഇൻ ദ കേസ് ഓഫ് ഹില്ല്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് ഒരു ഡിപ്രഷൻ്റെ കേസിൽ വരുന്നത്. ഡിപ്രഷൻ്റെ കേസിൽ ഈ താഴെ ആയിരിക്കും എന്ത്, കോണ്ടൂർ ലോവർ ആയിട്ടുണ്ടാവുക, എലിവേഷൻസ് കുറവുണ്ടാവുക. ദെൻ ഇങ്ങോട്ട് മുകളിലേക്ക് വരുംതോറും എലിവേഷൻസ് എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്യുക, എലിവേഷൻ കൂടി വരുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ദെൻ ഇവിടെ 110 ഉണ്ടാവും, 120 ഉണ്ടാവും, 130 ഉണ്ടാവും. അങ്ങനെ കോണ്ടൂർസ് ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോണ്ടൂർ വരക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, സെൻറ്ററിലെ വാല്യൂ കുറവായിരിക്കും. ഇത് 100 ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഔട്ടറിലേക്ക് വരുംതോറും വാല്യൂസ് കൂടി വരിക ചെയ്യുക. 110 ഉണ്ടാവും, ദെൻ 120. വാല്യൂസ് ഞാൻ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചതാണ്. ഔട്ടിലേക്ക് വരുംതോറും വാല്യൂസ് കൂടി വരികയാണ് ചെയ്യുക. ഇങ്ങോട്ട് വരുന്ന ഡയറക്ഷനാണ് ഈ കാണിക്കുന്നത്. ഇത് ഒരു ഡിപ്രഷൻ്റെ കേസാണ്. ഹില്ല് പറഞ്ഞപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഹില്ലിൻ്റെ കോണ്ടൂർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വരക്കുന്നതിനാണ് 3 മാർക്സ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ ഇത് പഠിക്കുക, അതുപോലെ സ്റ്റീപ്പ് സ്ലോപ്പിൻ്റെ കേസ് ഒന്ന് പഠിക്കുക, പ്ലെയിൻ സർഫസ് ആകുമ്പോഴെന്ന് ഒക്കെ ഒന്ന് പഠിക്കുക. ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക എങ്ങനെയാണ് കോണ്ടൂർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ
വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ വോളിയം മെഷർ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ക്യൂബിക് മീറ്റേഴ്സിലാണ് യൂസിങ് ട്രപ്പീസോയിഡൽ ആൻഡ് പ്രിസ്മോയിഡൽ ഫോർമുല. 2 ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാൻ. എൻക്ലോസ്ഡ് ഏരിയ enclosed by various contours plotted at a proposed reservoir site is given below. കോണ്ടൂർസ് തന്നിട്ടുണ്ട് ഇൻ മീറ്റേഴ്സിൽ, ഏരിയ ഇൻ ഹെക്ടേഴ്സിൽ തന്നിട്ടുണ്ട്. ഏരിയ ഇൻ ഹെക്ടേഴ്സ് കാണുമ്പോഴേ നിങ്ങളുടെ മൈൻഡിൽ വരണം 1 hectare is equal to 10⁴ m². ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. കോണ്ടൂർസ് തന്നിട്ടുള്ള 200, 205, 210, 215, 220 ആണ് അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള ഇൻ്റർവെൽ എത്രയാണ് ശ്രദ്ധിച്ച് നോക്കിയേ. 5 മീറ്റേഴ്സ് ഇൻ്റർവെല്ലിലാണ് കോണ്ടൂർ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കോണ്ടൂറിൻ്റെ വാല്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനൊരു മാർക്കുണ്ട്. ദെൻ ഏരിയകൾ നോക്കുക. A1, A2, A3, A4 ആൻഡ് A5. ഓക്കെ, 5 ഏരിയാസാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ട്രപ്പീസോയിഡൽ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. ട്രപ്പീസോയിഡൽ ഫോർമുല എഴുതി നോക്കാം. V is equal to H into A1 plus AN by 2 plus A2 plus A3 plus etc. ഇതാണ് ട്രപ്പീസോയിഡൽ ഫോർമുല. ഇതിൽ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏരിയ, AN എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഏരിയ. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, പ്ലസ് ഇൻ ബിറ്റ്വീൻ A1 ആൻഡ് AN ഉള്ള എല്ലാ ഏരിയകളുടെയും സമ്മ്. ഓക്കെ, അതിൽ H എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ഇൻ്റർവെല്ലാണ്. ഈ കേസിൽ നമ്മുടെ കോണ്ടൂർ ഇൻ്റർവെല്ല് 5 ആണ്. A1 എന്താണ്? 3 ആണ്. AN എന്ന് പറഞ്ഞാൽ A5 ആണ്. ഇവിടെ 5 വരെ ഉള്ളൂ. അത് 25 ആണ്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഏരിയകളുടെയും കൂടി സമ്മ്. ഓക്കെ, നമുക്കിത് വാല്യൂസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എത്രയാണ് ആൻസർ വരുന്നത് നോക്കാം. V is equal to H into A1 plus AN by 2 plus A2 plus A3 plus etc. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. H എത്രയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്? കോണ്ടൂർ ഇൻ്റർവെല്ല് 5 ആയിരുന്നു. A1 3 പ്ലസ് AN എന്ന് പറഞ്ഞാൽ A5 ആയിരുന്നു. ദാറ്റ് ഇസ് 25 ഡിവൈഡ് ബൈ 2 പ്ലസ് ഇൻ ബിറ്റ്വീൻ 3 ഏരിയാസ് ഉണ്ടായിരുന്നു നമുക്ക് അല്ലേ. ഇതൊക്കെയാണ് 8 പ്ലസ് 15 പ്ലസ് 25. ഓക്കെ, സോറി 25 അല്ല 20. ഓക്കെ, 25 എന്ന് പറയുന്നത് നമ്മുടെ AN ആയിരുന്നു. Now 5 into 14 plus 43 എന്ന് വരും. That means 5 into 57. That's equal to 285. ഈ വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഏരിയ നമുക്ക് ഈ ഏരിയകൾ ഹെക്ടേഴ്സിലും ഇത് മീറ്ററിലും ആയിരുന്നു കോണ്ടൂർ ഇൻ്റർവെല്ല്. സോ നമുക്കിവിടെ വരുന്നത് ഹെക്ടർ മീറ്ററിലാണ് യൂണിറ്റ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ക്യൂബിക് മീറ്റേഴ്സിലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 1 ഹെക്ടർ ഇസ് ഈക്വൽ ടു 10⁴ m² ആണ്. സോ ഈ കിട്ടിയ വാല്യൂവിനെ 285 into 10⁴ ദാറ്റ് മച്ച് ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ പ്രിസ്മോഡൽ ഫോർമുല വെച്ചിട്ടും കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രിസ്മോഡൽ ഫോർമുല ജസ്റ്റ് എഴുതാം, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. പ്രിസ്മോഡൽ ഫോർമുല V is equal to H by 3. Here H is same as that of the above. That means contour interval. Here in this question H is equal to 5 and A1 plus AN first area and last area and sum plus 4 times sum of even areas. Okay, plus 2 times sum of odd areas. ഇതാണ് പ്രിസ്മോഡൽ ഫോർമുല. V is equal to H by 3 into A1 plus AN first area plus last area plus 4 times sum of even areas plus 2 times sum of odd areas. ഓക്കെ, ഈ ഇക്വേഷനിൽ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ വാല്യൂ വരുന്നത് V is equal to 283.3
ഹെക്ടർ മീറ്റർ എന്നാണ് വരുന്നത്. ഹെക്ടറിനെ കൺവേർട്ട് ചെയ്യുക, വാല്യൂസ് കിട്ടും. ഓക്കെ, വി ഇൻ ക്യൂബിക് മീറ്ററിൽ കിട്ടും. ഇതാണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. 2 ഫോർമുലകളും ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഓർത്ത് വെക്കുക. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കാണാറുണ്ട്. ഇനി ഈ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നത് ട്രെനിയൻ ആക്സിസ്. ട്രെനിയൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ആക്സിസിനെയാണ് ട്രെനിയൻ ആക്സിസ് എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ കോണ്ടൂർ. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൗണ്ടിലുള്ള ഒരു ഇമാജിനറി ലൈനാണ്. ആ ലൈൻ എന്ന് പറയുന്നത് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ്. ഓക്കെ, സെയിം എലിവേഷനിലുള്ള പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ദ കോണ്ടൂർ ലൈൻ. ദെൻ കോണ്ടൂർ ലൈൻസ് ഓഫ് യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. യൂണിഫോംലി സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെത്, അതുപോലെ പ്ലെയിൻ സർഫസിൻ്റെത്, ഹില്ലിൻ്റെത്, ഈ കേസിലൊക്കെ എങ്ങനെയാണ് കോണ്ടൂർ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. വരക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ദെൻ ഡിഫൈൻ സ്വിങ്ങിങ്. സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. നമ്മൾ ഫേസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്. ദെൻ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്നുള്ളത്. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് അവർ ലൈൻ എ ബി ആൻഡ് ദെൻ സി. ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ പ്രീവിയസ് ലൈനായിട്ടുള്ള എ ബി, ഈ എ ബിയുടെ എക്സ്റ്റൻഷൻ ബിയുടെ നെക്സ്റ്റ് ലൈനായിട്ടുള്ള ബി സി, അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് ബി എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിഫ്ലക്ഷൻ ആംഗിൾ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ദ ടേം സ്വിങ്ങിങ് ആൻഡ് ട്രാൻസിറ്റിങ്. സ്വിങ്ങിങ് എന്താണെന്ന് പറഞ്ഞു? ഇൻസ്ട്രുമെൻറ്റിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസിറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ടായിട്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ ടെലസ്കോപ്പിനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാൻസിറ്റിങ് അല്ലെങ്കിൽ പ്ലഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാണ് സ്വിങ്ങിങ്. ട്രാൻസിറ്റിങ് അല്ലെങ്കിൽ പ്ലഞ്ചിങ് എന്ന് പറയുന്നത് ടെലസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുക ത്രൂ 180 ഡിഗ്രി, അതിനെയാണ് ട്രാൻസിറ്റിങ് അല്ലെങ്കിൽ പ്ലഞ്ചിങ് എന്ന് പറയുന്നത്. ദെൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. കോണ്ടൂർ റെപ്രസെൻറ്റിങ് ഹില്ല് അത് വരക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രൊസീജിയർ ചോദിച്ചിട്ടുണ്ട്. എനി 3 യൂസസ് ഓഫ് തിയോഡലൈറ്റ്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുക, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുക, ഡിഫ്ലക്ഷൻ ആംഗിൾ, അതുപോലെ സ്ട്രേറ്റ് ലൈൻ പ്രൊലോങ് ചെയ്യുന്നത് എല്ലാം യൂസസ് ഓഫ് തിയോഡലൈറ്റ് ആണ്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രാൻസിറ്റ് ആൻഡ് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ട്രാൻസിറ്റിങ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയും. ട്രാൻസിറ്റിങ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയും. ദെൻ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് എ തിയോഡലൈറ്റ്. ഇതൊക്കെയാണ് സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിങ്, ഫോക്കസിങ്, ഇത്രയും കാര്യങ്ങൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതായത് ഏത് സ്റ്റേഷനിലേക്കും നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, സെറ്റിംഗ് അപ്പ്, സെൻറ്ററിങ്, ലെവലിങ്, ഫോക്കസിങ്. ഫോക്കസിങ് എന്ന് പറയുമ്പോൾ ഫോക്കസിങ് ഐ പീസ്, ഫോക്കസിങ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇത്രയാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വോളിയം മെഷർ ചെയ്യാനുള്ളത് യൂസിങ് ട്രപ്പീസോയിഡൽ ആൻഡ് പ്രിസ്മോഡൽ ഫോർമുല. വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട ഭാഗം പറഞ്ഞതാണ്. ട്രപ്പീസോയിഡൽ ആൻഡ് പ്രിസ്മോഡൽ ഫോർമുല യൂസ് ചെയ്തിട്ട് വോളിയം കണ്ടുപിടിക്കുക, അതെപ്പോഴും ചോദിക്കാറുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ റെപ്പറ്റീഷൻ മെത്തേഡ് ആൻഡ് റിയേട്രേഷൻ മെത്തേഡ് യൂസിങ് ഫോർ ഹൊറിസോണ്ടൽ ആംഗിൾസ്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനുള്ള റെപ്പറ്റീഷൻ മെത്തേഡും റിയേട്രേഷൻ മെത്തേഡും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള പ്രൊസീജിയർ ചോദിക്കാറുണ്ട്. ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ ഈ മെത്തേഡുകൾ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം എറേഴ്സുകളാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണേ. ഇനി റെപ്പറ്റീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ആംഗിളിനെ തന്നെ, അതായത് ഈ ഒരു സെയിം ആംഗിളിനെ തന്നെ AOB എന്നുള്ള ആംഗിൾ ഉണ്ടെങ്കിൽ ആ ഒരു AOB എന്നുള്ള ആംഗിളിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് സെവറൽ ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപിടിക്കുക. ദെൻ അതിൽ ഫൈനൽ റീഡിംഗ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ ചെയ്യുമ്പോൾ ആവറേജ് ആംഗിൾ ഓഫ് AOB കിട്ടും. ഓക്കെ, അതാണ് റെപ്പറ്റീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ റിയേട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സെവറൽ ആംഗിൾസ് മെഷർ ചെയ്യാം. ഓക്കെ, ABCDE ഇപ്പോൾ ഇതുപോലെ സെവറൽ ആംഗിൾസ് അറ്റ് എ സിംഗിൾ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ മെഷർ ചെയ്യുക. അത് ഫൈനലി നമ്മുടെ ഇനീഷ്യൽ പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യുകയും ചെയ്യാം. അതായത് ഹൊറൈസൺ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അത് റിയേട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഈ 2 മെത്തേഡ് പഠിക്കുന്ന കൂട്ടത്തിൽ ഈ 2 മെത്തേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം എറേഴ്സാണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതും എന്നുള്ളതും കൂടെ പഠിക്കുക. ദെൻ എനി 4 യൂസസ് ഓഫ് തിയോഡലൈറ്റ്, അതിൽ ഒരു യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാനും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രേറ്റ് ലൈൻ പ്രൊലോങ് ചെയ്യുന്ന കേസ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ യൂസിങ് സ്കെച്ച് റെപ്രസെൻറ്റിങ് എ സ്കെച്ച്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടെക്നിക്കൽ ടേംസ്. എന്താണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെർട്ടിക്കൽ ആക്സിസ്. ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പിന് വെർട്ടിക്കൽ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ടായിട്ട് 180 ഡിഗ്രിയിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുക ടെലസ്കോപ്പിന്, ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്വിങ്ങിങ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെൻറ്റിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുക എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്. ദെൻ ടെലസ്കോപ്പ് നോർമൽ എന്ന് പറഞ്ഞാൽ ഫേസ് ലെഫ്റ്റിനെയാണ് ടെലസ്കോപ്പ് നോർമൽ എന്ന് പറയുന്നത്. ആ ഒരു നോർമലിൽ നിന്ന് ടെലസ്കോപ്പിന് 180 ഡിഗ്രിയിൽ പ്ലഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവേർട്ട് ചെയ്യും, അതാണ് ടെലസ്കോപ്പ് ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്. ദെൻ ഫണ്ടമെൻ്റൽ ലൈൻസ് ഏതൊക്കെയാണ് തിയോഡലൈറ്റിൻ്റെ എന്നുള്ളതും ആ ഫണ്ടമെൻ്റൽ ലൈൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെൻ ദ തിയോഡലൈറ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ലൈൻസ് എന്ന് പറയുന്നത്? വെർട്ടിക്കൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ്, ദെൻ ലൈൻ ഓഫ് സൈറ്റ്, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്, ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ, ആക്സിസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ് ലെവൽ. ഇത്രയും ഫണ്ടമെൻ്റൽ ലൈൻസ് ഉണ്ട്. ഈ ലൈൻസുകൾ തമ്മിലൊക്കെ ഒരു റിലേഷൻ ഉണ്ട് വെൻ ദ തിയോഡലൈറ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതെന്തൊക്കെയാണെന്നുള്ളതും കൂടെ വേണം. ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. പിന്നെ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ വിത്ത് തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് ഇത് എ ബി എന്നുള്ളൊരു ലൈൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബിയറിങ്, ഇത് നമ്മളുടെ നോർത്താണെങ്കിൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ ബിയറിങ്, ഇത് യൂസിങ് തിയോഡലൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിൻ്റെ പ്രൊസീജിയറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാറുള്ളത് തിയോഡലൈറ്റിൻ്റെ 2 എ ഫ്രെയിമുകൾക്ക് ഇടയിലായിട്ട് ട്രഫ് കോമ്പസ് പ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത് ട്രപ്പീസോയിഡൽ ആൻഡ് പ്രിസ്മോയിഡൽ ഫോർമുല യൂസ് ചെയ്തിട്ട് വോളിയം കണ്ടുപിടിക്കുന്ന കേസ്. ഓക്കെ, ദെൻ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് MRH. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഡ്വാൻസ്ഡ് സർവേയിങ്ങിൻ്റെ മൊഡ്യൂൾ 2, അതായത് കോഴ്സ് ഔട്ട്കം 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. SA1 എക്സാമിൻ്റെ പ്രിപ്പറേഷൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. മൊഡ്യൂൾ 2ൻ്റെ സിലബസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാവേഴ്സ് എങ്ങനെയാണ് തിയോഡലൈറ്റ് വെച്ച് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്, പിന്നെ അതുപോലെ ക്ലോസിംഗ് എറർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, അതുപോലെ ട്രാവേഴ്സ് ബാലൻസ് ചെയ്യാനുള്ള ബൗഡിച്ചസ് മെത്തേഡും ട്രാൻസിറ്റ് റൂളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ ഗെയിൽസ് ട്രാവേഴ്സ് ടേബിൾ. പിന്നെ വരുന്നത് ഒമിറ്റഡ് മെഷർമെൻറ്റ്. ഒമിറ്റഡ് മെഷർമെൻറ്റ് എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട്, അതിൻ്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ ടാക്യോമെട്രി, പിന്നെ ലാസ്റ്റ് വരുന്നത് കർവ്സ് എന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എലമെൻറ്റ്സ് ഓഫ് കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോഡ്യൂൾ 2ൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. സിമ്പിൾ കർവും കോമ്പൗണ്ട് കർവും, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിമ്പിൾ കർവ് ആൻഡ് കോമ്പൗണ്ട് കർവ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ആർക്ക് ഓഫ് എ സർക്കിൾ കണക്റ്റിംഗ് 2 സ്ട്രേറ്റ്സ്. സിംഗിൾ ആർക്ക് ഓഫ് എ സർക്കിൾ കണക്റ്റിംഗ് 2 സ്ട്രേറ്റ്സ്. 2 സ്ട്രേറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു സിംഗിൾ ആർക്ക് ഓഫ് എ സർക്കിൾ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അതാണ് സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് കർവ് കൺസിസ്റ്റ് ഓഫ് 2 or more simple curves having different radii bending in the same direction and lying on the same side of a common tangent. അതായത് 2 ഡിഫറെൻ്റ് റേഡിയകളിലുള്ള 2 കർവുകൾ. ഇവിടെ ഒരു കർവ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ വേറൊരു കർവും കൂടെ കണക്ട് ചെയ്ത് വരികയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസ് വേറെ വേറെയാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഫസ്റ്റ് വണ്ണിൻ്റെ റേഡിയസ് R1 ആണെങ്കിൽ അടുത്തതിൻ്റെ റേഡിയസ്
ദാറ്റ് മേ ബി R2. ഓക്കെ, അതുപോലെ ഞാൻ ഇതിൻ്റെ പിക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കണ്ടോ പിക്ചറിൽ? ഫസ്റ്റ് വൺ, ഇത് സിമ്പിൾ കർവ്, ഒറ്റ ഒരു സർക്കിളിൻ്റെ ഒരു ആർക്ക് മാത്രം, അതിൻ്റെ റേഡിയസ് 6. ഓക്കെ, ഇനി കോമ്പൗണ്ട് കർവ് എന്ന് പറയുമ്പോൾ 2 ആർക്കുകളുണ്ടാവും വിത്ത് ഡിഫറെൻറ്റ് റേഡിയായി. ഇവിടെ കണ്ടോ R1 റേഡിയസ് ഉള്ള ഒരു ആർക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ R2 റേഡിയസ് ഉള്ള ഒരു ആർക്ക് ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഫസ്റ്റ് ആർക്കിൻ്റെ റേഡിയസ് R1, സെക്കൻഡ് ആർക്കിൻ്റെ റേഡിയസ് R2. ഓക്കെ, ഇത് കോമ്പൗണ്ട് കർവ്. ഇനി ഇവിടെ ഞാൻ വേറൊരു പിക്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് കർവ്. റിവേഴ്സ് കർവ് എന്ന് പറയുമ്പോൾ 2 കർവുകൾ, ഒരു R1 റേഡിയസുള്ള ഒരു കർവും R2 റേഡിയസുള്ള ഒരു കർവും, രണ്ടും ബെൻഡ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് R1 റേഡിയസുള്ള കർവിൻ്റെ സെൻറ്റർ ഈ ഒരു സൈഡിലാണ്, R2 റേഡിയസുള്ള ഈ ഒരു കർവിൻ്റെ സെൻറ്റർ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. രണ്ടും ബെൻഡ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കോമ്പൗണ്ട് കർവിൻ്റെ കേസിൽ രണ്ടും ബെൻഡ് ചെയ്യുന്നത് ഏതാണ്? ഒരേ ഡയറക്ഷനിലാണ് രണ്ടും ബെൻഡ് ചെയ്തിരുന്നത്, അല്ലേ? റിവേഴ്സ് കർവിലാവുമ്പോൾ 2 കർവുകൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് ബെൻഡ് ചെയ്യുന്നത്. ഇനി റേഡിയസ് സെയിമും ആകാം അല്ലെങ്കിൽ ഡിഫറെൻറ്റും ആകാം ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് കർവ്. അതിന് ചില സ്ഥലങ്ങളിൽ എസ് കർവ് എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ റിവേഴ്സ് കർവിലെ ദീസ് 2 കർവ്സ്, അതായത് R1 റേഡിയസ് ഉള്ള കർവും R2 റേഡിയസ് ഉള്ള കർവും, ദേ ആർ ഷെയറിങ് എ കോമൺ ടാൻജൻറ്റ്. ഓക്കെ, 2 സ്ട്രെയിറ്റ്സ് intersect at a chain edge 2500 meters and the angle of intersection is 120 degree. The radius of simple curve to be introduced is 600 meters. Find the following. 4 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൊഡ്യൂൾ 2-ലെ കർവ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കുക. 2 straights intersect at a chain edge of 2500 meters. സോ 2 സ്ട്രേറ്റുകൾ മീറ്റ് ചെയ്യുന്നത് ചെയിൻ ഏജ് തന്നിട്ടുണ്ട്. ഓക്കെ, 2 സ്ട്രേറ്റുകൾ മീറ്റ് ചെയ്യുന്ന ചെയിൻ ഏജ്, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലെ ചെയിൻ ഏജ് എത്രയാണ്? 2500 ആണ്. ഇനി ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ 120 ആണ്, അതായത് ഈ ഒരു ആംഗിൾ 120 ഡിഗ്രി. ഇനി ഈ 2 സ്ട്രേറ്റുകൾക്ക് ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കർവ് ഉണ്ട്. ആ കർവിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 600 മീറ്റേഴ്സ്. സോ ഇതാണ് അതിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കർവ് എങ്കിൽ ഈ കർവിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 600 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അതായത് R is equal to 600 മീറ്റേഴ്സ്. ഇനി 4 കാര്യങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ടാൻജൻറ്റ് ഡിസ്റ്റൻസ്, ചെയിൻ ഏജ് ഓഫ് പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ്, ചെയിൻ ഏജ് ഓഫ് പോയിന്റ് ഓഫ് ടാൻജൻസി ആൻഡ് ഫൈനലി ലെങ്ത് ഓഫ് ലോങ് കോഡ്. ഇത്രയും കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, ആ പോയിൻറ്റിന് ഞാൻ I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പോയിൻ്റ് എന്താണ്? പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് T1 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഈ T1I എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും കിട്ടുക? 180 അതായത് ഈ മൊത്തം ആംഗിൾ 180 ആണ്. അതിൽ നിന്ന് ഈ ഒരു 120 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ കിട്ടും, അല്ലേ? ലെറ്റ് ഇറ്റ് ബി തീറ്റ. ദാറ്റ് മീൻസ് 180 മൈനസ് 120 നമുക്ക് 60 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ പോയിൻറ്റിനെ T2 അഥവാ പോയിൻ്റ് ഓഫ് ടാൻജൻസി എന്ന് പറയാം. T1 എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് കർവ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ്. ഇത്രയും ഡാറ്റ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടാൻജൻറ്റ് ഡിസ്റ്റൻസ്. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ് ലെങ്ത്ത്? ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഈ T1 മുതൽ I വരെയുള്ള പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരെയുള്ള ഈ ഒരു ലെങ്ത്താണ് ടാൻജൻറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, T1I. അത് കണ്ടുപിടിക്കണം.
T1i കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ്. നമുക്ക് T1i എങ്ങനെ നോക്കാം. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് T1i is equal to r tan theta by 2. തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്ലക്ഷൻ ആംഗിളാണ്. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആർ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 600. ടാൻ തീറ്റ ബൈ 2. തീറ്റ എത്രയാണ്? നമുക്ക് 60 എന്ന് കിട്ടിയിട്ടുണ്ട്. 60/2. ഇതാണ് ടാൻജൻറ്റ് ഡിസ്റ്റൻസ് T1i എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് 346.41 മീറ്റേഴ്സ് എന്ന് കിട്ടുക. ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ആയി, ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ആയി. ഇനി രണ്ടാമത് കാണാൻ പറഞ്ഞിട്ടുള്ളത് ചെയിനേജ് ഓഫ് പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ്. അപ്പോൾ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഏതാണ്? T1. ഈ T1ൻ്റെ ചെയിനേജാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഈ ഐ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അതായത് രണ്ട് ടാൻജൻറ്റുകൾ, രണ്ട് സ്ട്രേറ്റുകൾ മീറ്റ് ചെയ്യുന്ന ഐ എന്നുള്ള പോയിൻറ്റിൻ്റെ ചെയിനേജ് 2500 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ T1i എന്നുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ T1 എന്നുള്ള പോയിൻറ്റിൻ്റെ ചെയിനേജ് കിട്ടും. ക്ലിയർ ആണല്ലോ? അതായത് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ചെയിനേജ് 2500 എന്ന് തന്നിട്ടുണ്ട്. ഈ 2500 നിന്ന് T1i എന്നുള്ള ടാൻജൻറ്റ് ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ T1 എന്നുള്ള പോയിൻറ്റിൻ്റെ ചെയിനേജായി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചെയിനേജ് ഓഫ് പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് അതാണ് പറഞ്ഞിട്ടുള്ളത്. പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് കർവ്. ഓക്കെ, എന്ത് വേണം? പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ചെയിനേജിൽ നിന്ന്, അതായത് 2500 നിന്ന് T1i മൈനസ് ചെയ്യണം. നമുക്ക് T1 എത്ര കിട്ടിയത്? 346.41. അത് മൈനസ് ചെയ്യാം. നമ്മൾക്ക് ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2153.59 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പോയിൻ്റ് ഓഫ് കർവിൻ്റെ അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റിൻ്റെ ചെയിനേജ്. ഇനി അടുത്തത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? രണ്ടാമത്തത്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദിച്ചിട്ടുള്ളത് ചെയിനേജ് ഓഫ് പോയിൻ്റ് ഓഫ് ടാൻജൻസി ആണ്. ഏതാണ് പോയിൻ്റ് ഓഫ് ടാൻജൻസി? ഇത് കണ്ടോ, T2. ഈ പോയിൻറ്റിൻ്റെ ചെയിനേജാണ് കാണേണ്ടത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്കിപ്പോൾ നമ്മുടെ കയ്യിൽ T1 എന്നുള്ള പോയിൻറ്റിൻ്റെ ചെയിനേജ് ഉണ്ട് അല്ലേ? അതായത് ഈ ഒരു പോയിൻറ്റിൻ്റെ ചെയിനേജ് ഉണ്ട് T1ൻ്റെ. ആ ചെയിനേജിനോട് കൂടെ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കേവിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ഈ ഒരു കേവിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്താൽ മതി. ഒന്നുകൂടി പറയാം, T1 എന്നുള്ള ഈ ഒരു പോയിൻറ്റിൻ്റെ ചെയിനേജ് നമ്മുടെ കയ്യിലുണ്ട്. അതിനോട് കൂടെ ഈ കേവിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ T2 എന്നുള്ള പോയിൻറ്റിൻ്റെ ചെയിനേജായി. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? ലെങ്ത് ഓഫ് ദ കേവ്, ഈ കേവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്തത് ചെയ്യാനുള്ളത്. ഓക്കെ, ലെങ്ത് ഓഫ് കർവ് കാണാനുള്ള ഇക്വേഷൻ πr θ/180. ഓക്കെ, ഇനി പൈ ഇൻറ്റു ആർ എത്രയാണ്? റേഡിയസ് 600. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇനി തീറ്റ എന്ന് പറയുമ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു, 60 / 180. ഇത് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് കർവ് കിട്ടുന്നത് 628.32 മീറ്റേഴ്സ് എന്നാണ്. ലെങ്ത് ഓഫ് കർവ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? T1ൻ്റെ ചെയിനേജിനോട് കൂടെ ഈ ലെങ്ത് ഓഫ് കർവ് ആഡ് ചെയ്യണം. എന്ത് കിട്ടാൻ? ചെയിനേജ് ഓഫ് പോയിൻ്റ് ഓഫ് ടാൻജൻസി കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് ചെയ്ത് നോക്കാം. ചെയിനേജ് ഓഫ് പോയിൻ്റ് ഓഫ് ടാൻജൻസി, ചെയിനേജ് ഓഫ് പോയിൻ്റ് ഓഫ് ടാൻജൻസി. ചെയിനേജ് ഓഫ് പോയിൻ്റ് ഓഫ് കർവ് എത്രയാണ് കിട്ടിയത്? 2153.59 എന്നാണ് കിട്ടിയത്. അതിനോട് കൂടെ
ലെങ്ത് ഓഫ് കർവ് നമുക്ക് കിട്ടിയത് 628.32 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ പോയിൻ്റ് ഓഫ് ടാൻജൻസിയുടെ ചെയിനേജ് 2781.9 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ T2 ഈ T2 എന്നുള്ള പോയിൻറ്റിൻ്റെ ചെയിനേജ് കണ്ടുപിടിച്ചു. T1 എന്നുള്ള പോയിൻറ്റിൻ്റെ ചെയിനേജിനോട് കൂടെ ലെങ്ത് ഓഫ് കർവ് ആഡ് ചെയ്തിട്ട് T2ൻ്റെ ചെയിനേജ് കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് ഒന്ന് ലെങ്ത് ഓഫ് ലോങ് കോഡാണ്. ലെങ്ത് ഓഫ് ലോങ് കോഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ലോങ് കോഡ്, അതിൻ്റെ ലെങ്ത്താണ്. അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ലെങ്ത് ഓഫ് ലോങ് കോഡ് R sin theta by 2. ഇതാണ് ഇക്വേഷൻ to find out the length of long chord. So 2 into R is 600 into sin 60 by 2. Theta is 60. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ലോങ് കോഡ് 600 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, കർവിലെ ക്വസ്റ്റ്യന്. ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് സ്ട്രെയിറ്റുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ചെയിനേജ് 2500 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ചെയിനേജ് തന്നിട്ടുണ്ട്. ഇനി അതുപോലെ അതിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു കേവിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 600 എന്നുള്ളത്. അതുപോലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ 120 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ 120 തന്നു കഴിഞ്ഞാൽ നമുക്ക് 180 നിന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ 60 എന്ന് കിട്ടും. ദെൻ പിന്നെ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ടാൻജൻറ്റ് ഡിസ്റ്റൻസ് T1I എന്നുള്ള ടാൻജൻറ്റ് ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ്. അതിന് ഇക്വേഷൻ ഉണ്ട് R tan theta by 2, അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പിന്നെ ചെയിനേജ് ഓഫ് പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 2500 നിന്ന് T1I മൈനസ് ചെയ്താൽ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റിൻ്റെ ചെയിനേജ് കിട്ടും. ദെൻ അതിനോട് കൂടെ കർവിൻ്റെ ലെങ്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പോയിൻ്റ് ഓഫ് ടാൻജൻസിയുടെ ചെയിനേജ് കിട്ടും. അപ്പോൾ കർവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഓഫ് കർവ് πr θ by 180 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ലെങ്ത് ഓഫ് കർവ് കണ്ടുപിടിക്കണം. പിന്നെ ലാസ്റ്റ് ചോദിച്ചുള്ളത് ലെങ്ത് ഓഫ് ലോങ് കോഡാണ്. ലെങ്ത് ഓഫ് ലോങ് കോഡ് അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ലെങ്ത് ഓഫ് ലോങ് കോഡ് എന്ന് പറയുമ്പോൾ 2R sin θ by 2, അത് യൂസ് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇത്രയും ചെയ്യുന്നതിനാണ് 7 മാർക്സ് കേട്ടോ. ഓക്കെ, ഇനി ഈ എല്ലാ വാല്യൂസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എല്ലാ വാല്യൂസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പാർട്ട് സിയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ തിയോഡലൈറ്റ് വാസ് സെറ്റപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റേഴ്സ് ഫ്രം എ ടവർ. ഒരു ടവറിൽ നിന്ന് 200 മീറ്റേഴ്സ് അപ്പാർട്ടായിട്ട് ഒരു തിയോഡലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ദെൻ ആംഗിൾ ഓഫ് എലിവേഷൻസ് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ 8 degree 18 minutes, while angle of depression was 2 degree 24 minutes. The staff reading on benchmark of RL 248.362 with the telescope horizontal was 1.286. Find the height of the tower and RL of top of the tower. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു ടവർ ഉണ്ട്. ഈ ടവറിൽ നിന്ന് 200 മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ തിയോഡലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 200. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ ടു ദ ടോപ്പ് ഓഫ് ദ ടവർ. ഇത് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ആണെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ ടു ദ ടോപ്പ് ഓഫ് ദ ടവർ, ഇതാണ് ടോപ്പ് ഓഫ് ദ ടവർ എങ്കിൽ അതിൻ്റെ ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുള്ളത് 8 degree 18 minutes ആണ്. ഇനി അതിൻ്റെ ബോട്ടത്തിലേക്ക്
ടവറിൻ്റെ ബോട്ടത്തിലേക്ക് തന്നിട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് 2 ഡിഗ്രി 24 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം തന്നിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൽ, ഇത് ബെഞ്ച് മാർക്കാണെങ്കിൽ അതിൻ്റെ RL 248.362 ആണ് അതിൻ്റെ RL. അതുപോലെ അതിൻ്റെ സ്റ്റാഫിൽ കിട്ടിയ റീഡിംഗ് എന്ന് പറയുന്നത് 1.286 ആണ്. ഓക്കെ, 1.286 ആണ്. ഇനി നമ്മോട് കാണാൻ പറ്റില്ല ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് RL ഓഫ് ടോപ്പ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറ്റും ഈ ഒരു ഹൈറ്റ്, അതുപോലെ ഈ ടോപ്പ് ഓഫ് ടവർ ഇതിൻ്റെ RL, ഈ ഒരു പോയിൻറ്റിൻ്റെ RL, ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ ഓഫ് സൈറ്റിൻ്റെ മുകളിലേക്കുള്ള ഈ ഒരു ഹൈറ്റിനെ ഞാൻ H1 എന്ന് മാർക്ക് ചെയ്തു, ഈ ഒരു ഹൈറ്റിനെ ഞാൻ H2 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഒരു കാര്യം, ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് അല്ലേ, ഇൻസ്ട്രുമെൻ്റ് ആക്സിസ്. ഈ ഇൻസ്ട്രുമെൻ്റ് ആക്സിസിൻ്റെ RL ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് ഇതെങ്ങനെ കിട്ടുക? ഈ ഒരു റീഡിങ്ങും ഈ ഒരു ബെഞ്ച് മാർക്കിൻ്റെ RLഉം ഈ ഒരു വാല്യൂയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് കിട്ടും അല്ലേ. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് കിട്ടുന്നത് 249.648 എന്നാണ്, 648 എന്നാണ്. ഓക്കെ, ഇനി 648 എന്നാണ്. ഇനി നമുക്ക് H1ഉം H2 കണ്ടുപിടിക്കണം. H1ഉം H2 കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ കിട്ടും. ക്യാപിറ്റൽ H, ഹൈറ്റ് ഓഫ് ദ ടവർ ഇസ് ഈക്വൽ ടു H1 പ്ലസ് H2 അല്ലേ. നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. H1 എന്ന് പറയുമ്പോൾ H1 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ മുകളിലത്തെ ട്രയാങ്കിൾ കണ്ടോ, ഈ മുകളിൽ ഭാഗം ഇത്രയും, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H1 കിട്ടും. ഓക്കെ, അതായത് ഈ ഒരു ആംഗിൾ എത്രയാണ്? 8 ഡിഗ്രി 18 മിനിറ്റ്സ് ആണ്. tan 8 ഡിഗ്രി 18 മിനിറ്റ്സ് ഇസ് ഈക്വൽ ടു H1 ഡിവൈഡഡ് ബൈ 200 അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, H1 ഡിവൈഡ് ബൈ 200. അതുപോലെ താഴെയുള്ള ട്രയാങ്കിൾ കണ്ടോ, ഈ താഴെയുള്ള ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് tan 2 ഡിഗ്രി 24 മിനിറ്റ്സ് ഇസ് ഈക്വൽ ടു H2 ബൈ 200. ആ രണ്ട് ഇക്വേഷനിൽ നമുക്ക് H1 H2 കണ്ടുപിടിക്കാം. ഓക്കെ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ H, അതായത് ഹൈറ്റ് ഓഫ് ടവർ കിട്ടും. ഓക്കെ, ദെൻ RL ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആക്സിസ്, ഈ ഒരു ആക്സിസ് കണ്ടോ, ഈ ഒരു ആക്സിസിൻ്റെ RL നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 249.648 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനോട് കൂടെ H1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RL ഓഫ് ടോപ്പ് ഓഫ് ടവർ കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. H1 കണ്ടുപിടിക്കാം. ഫസ്റ്റ് H1 കാണാം, ഇതാണ് നമുക്ക് ആദ്യം കാണേണ്ടത് H1. അപ്പോൾ അതിന് tan 8 ഡിഗ്രി 18 മിനിറ്റ്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഫിഗറിൽ നോക്കിയാൽ മതി. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് H1, അത് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇത്, അതെത്രയാണ്? 200 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, H1 ഡിവൈഡ് ബൈ 200. Okay, from this H1 will be equal to 200 into tan 8 degree 18 minutes. Okay, H1 ന്റെ വാല്യൂ വരുന്നത് 29.177 മീറ്റേഴ്സ് എന്നാണ് H1 വരുന്നത്. അതുപോലെ ഇനി അടുത്ത് നമുക്ക് കാണുന്നത് H2 ആണ്. അതിന് ലോവർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. tan 2 ഡിഗ്രി 24 മിനിറ്റ്സ് ഈക്വൽ ടു H2 ഡിവൈഡ് ബൈ
200 ആണ്. ഫ്രം ദിസ് H2 വിൽ ബി ഈക്വൽ ടു 200 tan 2 ഡിഗ്രി 24 മിനിറ്റ്സ് ആണ്. അത് ചെയ്യുമ്പോൾ H2ൻ്റെ വാല്യൂ വരുന്നത് 8.382 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ H is equal to H1 plus H2 ആണ് അല്ലേ. അത് രണ്ട് വാല്യൂ കൂടെ ആഡ് ചെയ്യുക. 29.177 എന്നുള്ള വാല്യൂവും 8.382 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ വരുന്നത് 37.559 മീറ്റേഴ്സ് എന്നാണ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, RL ഓഫ് ടോപ്പ് ഓഫ് ദ ടവർ. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഹൈറ്റ് കിട്ടി, H1 plus H2 എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റ് കിട്ടി. ഈ ഹൈറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ടോപ്പ് ഓഫ് ടവറിൻ്റെ RL കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇൻസ്ട്രുമെൻ്റ് ആക്സിസിനോട് കൂടെ, അതായത് ഇൻസ്ട്രുമെൻ്റ് ആക്സിസിൻ്റെ RLനോട് കൂടെ H1 ആഡ് ചെയ്താൽ മതി. ഇനി RL ഓഫ് ടോപ്പ് ഓഫ് ടവർ, ടോപ്പ് ഓഫ് ടവർ, RL ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് പ്ലസ് H1 ആഡ് ചെയ്താൽ മതി. ഇൻസ്ട്രുമെൻ്റ് ആക്സിസിൻ്റെ RL നമുക്ക് കിട്ടിയത് 249.648 എന്നായിരുന്നു. അതുപോലെ H1 കിട്ടിയത് 29.177 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് RL ഓഫ് ടോപ്പ് ഓഫ് ടവർ വരുന്നത് 278.825 മീറ്റേഴ്സ് എന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഈ കിട്ടിയിട്ടുള്ള എല്ലാ വാല്യൂസും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ എബോവ് ദ ഇൻസ്ട്രുമെൻ്റ് ആക്സിസ്, അതായത് H1, ഇത് നമ്മുടെ H1ൻ്റെ വാല്യൂ ആണ്. അതുപോലെ ഇത് H2ൻ്റെ വാല്യൂ ആണ്. അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഫുഡ് ഫ്രം ദ ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് H1 H2 ആണ്. ദെൻ ഹൈറ്റ് ഓഫ് ദ ടവർ, അതായത് നമ്മുടെ ക്യാപിറ്റൽ H, ദാറ്റ്സ് ഈക്വൽ ടു H1 plus H2, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ RL ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആക്സിസ്, അതായത് ബെഞ്ച് മാർക്കിൻ്റെ RLനോട് കൂടെ സ്റ്റാഫിൻ്റെ റീഡിങ് കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആക്സിസ് കിട്ടി ഇവിടെ. പിന്നെ അതിനോട് കൂടെ H1 ആഡ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് RL ഓഫ് ടോപ്പ് ഓഫ് ടവർ കിട്ടും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. കോഴ്സ് ഔട്ട്കം 2 വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ശ്രദ്ധിക്കുക. ഗിവ് ഡിസ്റ്റൻസ് ഫോർമുല ഇൻ ടാക്യോമെട്രി വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് സ്റ്റാഫ് ഈസ് ഹെൽഡ് ട്രൂലി വെർട്ടിക്കൽ. ടാക്യോമെട്രിയിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലും സ്റ്റാഫ് ഈസ് ഹെൽഡ് ട്രൂലി വെർട്ടിക്കലും. ആ കേസിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം D is equal to KS plus C, where K is the multiplying constant and C is the additive constant. S is the staff intercept and D is the distance. Okay, then latitude and departures are collectively called as dash coordinates, consecutive coordinates എന്നാണ് പറയുന്നത്. Then write the equation for additive constant of tachyometer. നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പറഞ്ഞ സമയത്ത് D is equal to KS plus C എന്ന് പറഞ്ഞല്ലോ. അതിൽ Cനെയാണ് അഡിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. C is equal to F plus D. ഈ ഇക്വേഷൻ എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. F is the focal length of objective and D is the distance from vertical axis to the objective lens. ഇതാണ് C. K എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻ്റ് ആണ്. K നമ്മൾ 100 ആയിട്ടാണ് എടുക്കാറുള്ളത്. C is equal to അഡിറ്റീവ് കോൺസ്റ്റൻറ്റ്, അതിനെ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്ത് ചെയ്യാറുള്ളത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി 0 ഫോർ ഓൾ ദി ഇൻസ്ട്രുമെൻറ്റ്സ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അറിയുന്നുണ്ടാവും എത്രയാണ് അതിൻ്റെ, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതിനനുസരിച്ചാണ് C 0 ആണോ അല്ലേ എന്നൊക്കെ വരുന്നത്. ഓക്കെ, അനലിറ്റിക് ലെൻസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി മാത്രമാണ്. സോ C equal to F plus D എന്ന് എഴുതിയാൽ മതി. അതുപോലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ഫോർമുല വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് സ്റ്റാഫ് ഈസ് ഹെൽഡ് ട്രൂലി വെർട്ടിക്കൽ, ആ കേസിൽ D is equal to KS plus C എന്നുള്ള ഇക്വേഷൻ എഴുതാം. അത്രയാണ് പറഞ്ഞിട്ടുള്ളത്.
ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ? ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ എന്താണെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ലൈന് AB എങ്കിൽ ഇത് അതിൻ്റെ ബിയറിങ് തീറ്റ, ഇത് നമ്മുടെ മെറിഡിയൻ. ഓക്കെ, ദെൻ ഈ ഒരു ലൈനിൻ്റെ AB എന്നുള്ള പറയുന്ന ലൈനിൻ്റെ കോർഡിനേറ്റ് ലെങ്ത്ത് ദാറ്റ് ഇസ് പാരലൽ ടു ദ മെറിഡിയൻ, ദാറ്റ് ഇസ് കോൾഡ് ലാറ്റിറ്റ്യൂഡ്, L cos തീറ്റ എന്ന് പറയും. അതുപോലെ ഈ ഒരു ലൈനിൻ്റെ കോർഡിനേറ്റ് ലെങ്ത്ത് ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ മെറിഡിയൻ, ഈ ഒരു ഡിസ്റ്റൻസ്, ദിസ് ഇസ് കോൾഡ് ഡിപ്പാർച്ചർ ആൻഡ് D is equal to L sin theta എന്ന് പറയുമ്പോൾ L is the length of this line. ഓക്കെ, കോർഡിനേറ്റ് ലെങ്ത്തുകളിലാണ് ഒന്ന് കോർഡിനേറ്റ് ലെങ്ത്ത് പാരലൽ ടു ദ മെറിഡിയൻ ആൻഡ് അനദർ വൺ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ലെങ്ത്ത് പെർപെൻഡിക്കുലർ ടു ദ മെറിഡിയൻ. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ട്രാൻസിഷൻ കർവ്? ട്രാൻസിഷൻ കർവ് എന്ന് പറയുമ്പോൾ ഇഫ് വി ഹാവ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എ സർക്കുലർ കർവ്, ഈ സ്ട്രെയിറ്റ് ലൈനും സർക്കുലർ കർവും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രാൻസിഷൻ കർവ് യൂസ് ചെയ്യും. ട്രാൻസിഷൻ കർവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് വാരി ചെയ്യുന്നത് ഫ്രം ഇൻഫിനിറ്റി ടു എ ഫൈനൈറ്റ് റേഡിയസ്. ഓക്കെ, അങ്ങനെ വാരി ചെയ്യുന്ന ഒരു കർവാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഒരു സ്ട്രെയിറ്റിൻ്റെയും ഒരു സർക്കുലർ കർവിൻ്റെയും ഇടയിലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ദെൻ റൈറ്റ് ട്രാൻസിറ്റ് റൂൾ ടു ബാലൻസ് എ ട്രാവേഴ്സ്. ഒരു ട്രാവേഴ്സ് ബാലൻസ് ചെയ്യാൻ ട്രാൻസിറ്റ് റൂൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ നമുക്ക്, കറക്ഷൻ in latitude or departure is equal to total error in latitude or departure divided by arithmetic sum of latitudes or departures all multiplied by latitude or departure of that side. ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അത് എഴുതുന്നതിനാണ് 1 മാർക്ക്. ദെൻ വാട്ട് ഈസ് മിഡ് ഓർഡിനേറ്റ് ഓഫ് എ കർവ്? മിഡ് ഓർഡിനേറ്റ് ഓഫ് എ കർവ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് കർവ് ആണെങ്കിൽ രണ്ട് സ്ട്രേറ്റുകൾ അതിൻ്റെ ഇടയിൽ ഒരു കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ദിസ് ഈസ് ദ ലോങ് കോഡ്. ലോങ് കോഡിൻ്റെയും കർവിൻ്റെയും സെൻറ്ററിലൂടെ വരുന്ന ഇതാണ് മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഒമിറ്റഡ് മെഷർമെൻറ്റ്സ്? ഒമിറ്റഡ് മെഷർമെൻറ്റ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഫീൽഡിൽ ട്രാവേഴ്സിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യും? ഓരോ ലൈനുകളുടെ ട്രാവേഴ്സിൻ്റെ ഓരോ സൈഡിൻ്റെയും ലെങ്ത്തും ബിയറിങ്സും എല്ലാം മെഷർ ചെയ്യും അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലൈനിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് ലൈനുകളുടെ ഒക്കെ ലെങ്ത്തോ ബിയറിങ്ങോ അല്ലെങ്കിൽ ലെങ്ത്തും ബിയറിങ്ങും ബോത്ത് ഇത് എന്തെങ്കിലും ഒക്കെ മെഷർമെൻറ്റുകൾ നമുക്ക് എന്തെങ്കിലും ഫീൽഡ് ഒബ്സ്ട്രക്ഷൻ കാരണം എടുക്കാൻ പറ്റാണ്ട് വരുമല്ലോ, അങ്ങനെയുള്ള മെഷർമെൻറ്റുകളെയാണ് ഒമിറ്റഡ് മെഷർമെൻറ്റ് എന്ന് പറയുക. അത് നമ്മൾക്ക് ചില മെത്തേഡ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ പ്രോബ്ലംസ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് ടാക്യോമെട്രിക് സർവേ? ടാക്യോമെട്രിക് സർവേയുടെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിപ്പറേഷൻ ഓഫ് കോണ്ടൂർ മാപ്സ്, അതുപോലെ ലൊക്കേഷൻ സർവേസ് ഫോർ കനാൽസ്, റെയിൽവേസ്, റിസർവോയേഴ്സ്, അതിനൊക്കെ വേണ്ടിയിട്ട് ടാക്യോമെട്രിക് സർവേ യൂസ് ചെയ്യാറുണ്ട്. ദെൻ മെൻഷൻ വാരിയസ് മെത്തേഡ്സ് ഓഫ് സെറ്റിംഗ് ഔട്ട് എ സിമ്പിൾ കർവ്. സിമ്പിൾ കർവ് സെറ്റ് ഔട്ട് ചെയ്യാനുള്ള വാരിയസ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 4 മെത്തേഡ്സ് അറിയാം. ബൈ ടേക്കിംഗ് ഓഫ്സെറ്റ്സ് ഓർ ഓർഡിനേറ്റ്സ് ഫ്രം ലോങ് കോഡ്, ബൈ ടേക്കിംഗ് റേഡിയൽ ഓഫ്സെറ്റ് ഫ്രം ടാൻജൻസ്, by taking perpendicular offset from tangents, and finally by offset from code produced. ഇങ്ങനെ 4 മെത്തേഡ്സ് ആണുള്ളത്. അതിൻ്റെ പേര് എഴുതുന്നതിനാണ് 1 മാർക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അതിൽ എക്സ്പ്ലെയിൻ ദ കമ്പണൻസ് ഓഫ് എ സിമ്പിൾ കർവ് വിത്ത് എ നീറ്റ് സ്കെച്ച്. കർവ് വരയ്ക്കുക, അതിൻ്റെ കമ്പണൻസ് ഏതൊക്കെയാ എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിമ്പിൾ കർവ് ആൻഡ് കോമ്പൗണ്ട് കർവ്. സിമ്പിൾ കർവ് എന്താണെന്നുള്ളതും കോമ്പൗണ്ട് കർവ് എന്താണെന്നുള്ളതും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ ആർക്ക് ഓഫ് എ സർക്കിൾ, അതിന് ഒരു സിംഗിൾ റേഡിയസേ ഉണ്ടാവുള്ളൂ. ദെൻ കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് റേഡിയകളിലുള്ള ആർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് കോമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത്. അവിടെ 2 റേഡിയസുകൾ ഉണ്ടാവും. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് സ്റ്റേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ഓഫ് എ സ്റ്റേഷൻ പറയുമ്പോൾ നമ്മൾ അതിനെ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് എന്ന് പറയും, പ്രീവിയസ് സ്റ്റേഷനെ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ. ഇനി ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആകുമ്പോൾ ഒരു കോമൺ ഒറിജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പറയുന്ന കേസിലാണ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻ എ ക്വാഡ്രിലാറ്ററൽ ABCD the coordinates of the points are given as follows. Find the area. ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് ABCD, അതിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, ഈസ്റ്റിങ്ങും നോർത്തിങ്ങും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇതിൽ കണ്ടോ ഈസ്റ്റിങ്
ഈസ്റ്റിംഗ് വാല്യൂസ് തന്നിട്ടുണ്ട്, നോർത്തിങ് വാല്യൂസ് തന്നിട്ടുണ്ട്. അതായത് പോസിറ്റീവ് ലാറ്റിറ്റ്യൂഡും പോസിറ്റീവ് ഡിപ്പാർച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തന്നിട്ടുള്ള കോളംസിന് നേരെ റോസ് ആയിട്ട് മാറ്റി എഴുതാം. 0 0 634.8 1068.4 ആ വാല്യൂസ് എഴുതുക. അതുപോലെ 0 893.8 728.8 699.3 ഇങ്ങനെ എഴുതുമല്ലോ. ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഏരിയ അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, എന്നിട്ട് ഇതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 0 ഇൻറ്റു 893.8 പ്ലസ് 0 ഇൻറ്റു 728.8 പ്ലസ് ദിസ് ഇൻറ്റു ദിസ്, ദെൻ പ്ലസ് ദിസ് വാല്യൂ 1068 ഇൻറ്റു 0 അതെ. ദെൻ എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ടും ക്രോസ് ഇങ്ങനെ ഈ രീതിയിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമല്ലോ. ആ ഒരു മെത്തേഡാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി പാർട്ട് സിയിൽ വരുന്ന 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കർവിൻ്റെയാണ്. 2 സ്ട്രേറ്റ്സ് ഇത്രയും ചേനേജിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇൻ്റർസെക്റ്റിംഗ് ആംഗിൾ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 സ്ട്രേറ്റ്സ് അതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയോഡലൈറ്റ് വാസ് സെറ്റപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റേഴ്സ് ഫ്രം എ ടവർ. ടവറിൻ്റെ ടോപ്പിലേക്കും ബോട്ടത്തിലേക്കുള്ള എലിവേറ്റഡ് ആംഗിളും ഡിപ്രസ്ഡ് ആംഗിളും തന്നിട്ടുണ്ട്. ദെൻ ബെഞ്ച് മാർക്കിൻ്റെ ആറിലും അവിടെ സ്റ്റാഫ് വെച്ച് കിട്ടിയ റീഡിങ്ങും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവറും ടവറിൻ്റെ ടോപ്പിൻ്റെ ആറിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി എക്സ്പ്ലെയിൻ എനി വൺ മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ് യൂസിങ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് ട്രാവേഴ്സ് ചെയ്യാനുള്ള മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ട്രാവേഴ്സിങ് യൂസിങ് ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ് ചെയ്യാം, ട്രാവേഴ്സിങ് യൂസിങ് ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ഫൈനലി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒരു PQRS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ഉണ്ട്. അതിൽ 3 ലൈനുകളുടെ ലെങ്ത്തും ബിയറിങ്ങും തന്നിട്ടുണ്ട്. 4ാമത്തെ ലൈനായിട്ടുള്ള SP-യുടെ ലെങ്ത്തും ബിയറിങ്ങും ബോത്ത് മിസ്സിംഗ് ആണ്. അത് കണ്ടുപിടിക്കാനാണ്. അതായത് ഒബിറ്റർ മെഷർമെൻറ്റ് പറഞ്ഞല്ലോ, അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ അതിൽ SP എന്നുള്ള ലൈനിൻ്റെ ലെങ്ത്തും ബിയറിങ്ങും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്കറിയാം ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ സിഗ്മ L ഷുഡ് ബി ഈക്വൽ ടു 0, സിഗ്മ D ഷുഡ് ബി ഈക്വൽ ടു 0. ഈ 2 കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന കേസിൽ നമുക്ക് 4ാമത്തെ ലൈനായിട്ടുള്ള SP ഉണ്ടല്ലോ, സിഗ്മ L ഇസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ ലാറ്റിറ്റ്യൂഡ് ഓഫ് SP കിട്ടും. അതുപോലെ സിഗ്മ D ഇസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിപ്പാർച്ചർ ഓഫ് SP കിട്ടും. ഈ 2 വാല്യൂസും കിട്ടും. ഈ 2 വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് SP എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്ക്വയർ റൂട്ട് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഓഫ് SP സ്ക്വയർ പ്ലസ് ഡിപ്പാർച്ചർ ഓഫ് SP സ്ക്വയർ. അത് ചെയ്യുമ്പോൾ SP എന്നുള്ള ലൈനിൻ്റെ ലെങ്ത്ത് കിട്ടും. ദെൻ നമുക്കറിയാം ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു D/L എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതായത് ഡിപ്പാർച്ചർ ഓഫ് SP ഡിവൈഡ് ബൈ ലാറ്റിറ്റ്യൂഡ് ഓഫ് SP ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ. അതിൽ തീറ്റ എന്ന് പറയുന്നത് ആ SP എന്നുള്ള ലൈനിൻ്റെ ബിയറിംഗ് ആയിരിക്കും. ഓക്കെ. അത് ഹോൾ സർക്കിൾ ബിയറിങ്ങിലാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം, ഇതിൽ അങ്ങനെ കിട്ടിയിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ. ഇവിടെ നമ്മൾക്ക് ബാക്കിയുള്ള ലൈനുകളുടെയൊക്കെ ബിയറിംഗ് തന്നിട്ടുള്ളത് ഹോൾ സർക്കിൾ ബിയറിങ്ങിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏത് സിസ്റ്റത്തിലാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഇതൊരു ഒമിറ്റഡ് മെഷർമെൻറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് PQRS ഉണ്ടെങ്കിൽ അതിൽ 4 ലൈനുകളിൽ 3 ലൈനുകളുടെ ലെങ്ത്തും ബിയറിങ്ങും തന്നിട്ടുണ്ട്. 4ാമത്തെ ലൈനായിട്ടുള്ള SP-യുടെ ലെങ്ത്തും ബിയറിങ്ങും മിസ്സിംഗ് ആണ്. അത് കണ്ടുപിടിക്കുന്ന കേസ്. ഓക്കെ. നമ്മുടെ ചെക്ക് ഉണ്ടല്ലോ ക്ലോസ്ഡ് ട്രാവേഴ്സിൽ സാറ്റിസ്ഫൈഡ് ആവേണ്ട ഒരു ചെക്കാണല്ലോ ഇത്. സിഗ്മ L ഇസ് ഈക്വൽ ടു 0 ആണ്, സിഗ്മ D ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അത് 2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കിട്ടും ആ മിസ്സിംഗ് ലൈനിൻ്റെ. എന്നിട്ട് അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ ലെങ്ത്തും കിട്ടും. ടാൻ തീറ്റ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തീറ്റയും കിട്ടും, ബിയറിംഗ് ഓഫ് ദാറ്റ് ലൈനും കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇൻ പാർട്ട് സിയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.